ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ കൺമണിയുടെ പിള്ളേരെ എല്ലാവരും കൂടെ ഒരുമിച്ച് നമ്മൾ എണ്ണ കാച്ചാൻ പോവുകയാണ്. കുഞ്ഞിത്തല ഒന്നാമത്തത് വന്നു, രണ്ടാമത്തെ തല വന്നു. തമ്പോട്ടനെ നന്തോട്ടനെ കൂടെ ഫുള്ള് കളിയാണ്, എല്ലാവരും ഉണ്ട് ഇവിടെ. അപ്പം നമ്മൾ എണ്ണ കാച്ചാൻ പോകണം. എൻ്റെ മൂക്കിൻ്റെ തുമ്പത്തൊരു കുരി. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ എണ്ണ കാച്ചാൻ പോകണം. നമ്മുടെ പിള്ളേരെല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണ കാച്ചാൻ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ പുതിയ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ അവിടെ സ്ഥലത്ത് കുറച്ച് പ്ലേസ് ഉണ്ട്. അവിടെ വെച്ചാണ് നമ്മൾ ഇപ്രാവശ്യം എണ്ണ കാച്ചുന്നത്. അപ്പം 50 ലിറ്ററോളം നമ്മൾ ഇന്ന് കാച്ചുന്നുണ്ട്. അപ്പം കുറച്ച് നല്ല അധികം സ്പേസ് നമുക്ക് വേണം. അതുകൊണ്ടാണ് നമ്മൾ അവിടെ വെച്ച് എണ്ണ കാച്ചാനുള്ള പ്ലാൻ ഇട്ടേക്കുന്നത്. അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം. നമ്മുടെ പിള്ളേർ ഓട്ടോയിൽ വന്നു കേട്ടോ. നമ്മളിങ്ങനെ ഈ പായൊക്കെ കൊടുത്ത് വിടാൻ പോവാണ്. യാത്രയിലോട്ട് കിട്ടോ ഡെഡ് ബോഡി ചുരുട്ടി വെച്ചേക്കുന്ന പോലെ ഉണ്ട് സംഭവം. ഇത് നീലയാമ്പരിയ. നമ്മള് ഹെർബൽസ് എല്ലാം പിച്ചെടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അങ്കിളും കൂടെ കൂടി. അങ്കിൾ പക്ഷെ എന്ത് ചെയ്യുക, അങ്കിള് വിത്ത് പറക്കും. അങ്ങനെ പിന്നെ നമുക്ക് വേറെ രണ്ടുപേരും കൂടെ നമുക്ക് സ്റ്റാഫുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുഞ്ഞ് 2 വലിയ ചേച്ചിമാര്. ഇവരുടെ നിങ്ങളുടെ സാലറി എത്രയാടാ ഇന്നത്തെ ദിവസത്തിന്റെ? എത്ര തരണം നിങ്ങൾക്ക് 2 പേർക്കും? മനസ്സിലായില്ല, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. സാലറി അറിയത്തില്ല. നിങ്ങൾ ജോലി ചെയ്യുന്നതിന് ശമ്പളം വേണോ പിള്ളേരെ? നിങ്ങൾക്ക് നന്നോട്ട് വലിയ എമൗണ്ടായി ചോദിക്കും. എത്ര രൂപ വേണം? പറഞ്ഞോളൂ, സ്റ്റാഫിനെ വേണ്ട, നല്ലത് പട്ടിപ്പണി എടുത്തോളാം. അപ്പോൾ കേസ് അടുത്ത് നമ്മുടെ ഷിബ് റോക്കറ്റും മാളി ചേച്ചിയൊക്കെ ഓൺ ചെയ്യാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കിഡ്നി തരാനാണ് ഞാനൊക്കെ. അപ്പോൾ കേസ് അവർ ഓൺ ദ വെയിലാണ് കേട്ടോ. അപ്പം വന്നിട്ടേ നമ്മുടെ പരിപാടി ഉള്ളൂ. എണ്ണയെല്ലാം ഇങ്ങനെ എടുത്ത് വച്ചിരിക്കുന്നുള്ളൂ. വെയിലൊക്കെയാണ്. അപ്പോൾ വെയിലൊക്കെ ഒന്ന് താഴ്ന്നു കഴിഞ്ഞിട്ട് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നെ വാർപ്പൊക്കെ കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഇവിടെ ഹെർബൽസും സാധനങ്ങളൊക്കെ അരിയിൽ നടക്കുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മൾ രാവിലെ തുടങ്ങിയ പരിപാടിയാണ്, ഇതുവരെയും ഇതായിട്ടില്ല. നമ്മുടെ കറ്റാർ വാഴയും രമ്മി ബാക്കി ഐറ്റംസ് ഒക്കെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നേ ഉള്ളൂ. നമ്മൾ തോട്ടിൽ കൊണ്ടിട്ട് കഴുകി പറക്കി ക്ലീൻ ചെയ്ത് ബാക്കി നമ്മളെ പരിപാടി എല്ലാം നടക്കുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കേസ് ഞങ്ങൾ പണിക്കാരെന്തോ ആയി നോക്കാൻ വന്നപ്പോഴത്തേക്കും ദേ നോക്കൂ, ഒരു കറുത്ത ഡ്രസ്സൊക്കെ ഇട്ട് നമ്മുടെ ചെറുക്കൻ പറന്ന് വരുന്നുണ്ട്. അങ്ങനെ കേസ് ഇതാണ് നമ്മുടെ വീടിൻ്റെ 2ാമത്തെ നിലയുടെ ഇത്രയും പണിവരായിട്ടുണ്ട് കേട്ടോ. നന്ദൂട്ടനൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. അപ്പം വീടിന്റെ എടാ ചിക്കൻ കഴിച്ചിട്ടാണോടാ ചെറ്റ നീ അമ്പലത്തിൽ കയറി? ആരെ കൊടുക്കാൻ പോയി? ഫോൺ കുത്തിയിടാൻ വലിയ കാര്യത്തിൽ പോയി കേട്ടോ. പക്ഷെ ചിക്കനും കഴിച്ചിട്ടാണ് അമ്പലത്തിൽ കയറിയത് സാറ്. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്ലാത്ര അമ്പലത്തിന്റെ നേരെ ഫ്രണ്ടിലാണ് നമ്മുടെ വീടെന്നുള്ളത്. അപ്പം ഇതുവരെയാണ് നമ്മുടെ വീടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. കുറേ പേര് ചോദിച്ചു വീട് പണി എന്തോ ആയി എന്നൊക്കെ. അപ്പം ഇതുവരെ ആയി. ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീട് ഇടാം കേട്ടോ, നമ്മുടെ വീടിന്റെ മോഡല് സംഭവമൊക്കെ. അപ്പം ഇത് ഭയങ്കര എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പ്രകാരമുള്ള ഡിസൈൻസ് ആണ് കേട്ടോ ഇവിടെ കൊടുത്തേക്കുന്നത്. അതും അവിടെ ഒരു ഹോളൊക്കെ ഉണ്ട്, അതൊരു ബ്രിഡ്ജ് പോലെയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാ കാണുന്നതാണ് നമ്മുടെ ബെഡ്റൂം. ഇനി ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഇടുന്നൊരു പ്ലേസ്. ഇനി ഇത് ഓപ്പൺ സിറ്റ് ഔട്ട്, അങ്ങനെയൊക്കെയാണ് സംഭവങ്ങളൊക്കെ വരുന്നത്. നന്ദു വന്നേ, ഇതിനൊരു പേടിയും ഇല്ല. ബാ ബാ ബാ. അപ്പം ഇനി താഴോട്ട് പോവാം. മേൽശാന്തി വരൂ കണ്ണാ. അതുപോലെ തന്നെ സ്റ്റെയറും പിന്നെ ഞാനിങ്ങനെ ഒരു റീലിൽ കണ്ടൊരു സ്റ്റെയറാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ തൂക്കി ഇടുന്ന ടൈപ്പ് സ്റ്റെയർ വേണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. അപ്പം മോളെ ഇറങ്ങി വന്നേ, പിന്നെ ഡാൻസ് കളിക്കാം. അപ്പം അങ്ങനത്തെ ടൈപ്പ് ഒരു സ്റ്റെയറാണ് നമ്മൾ ചെയ്തേക്കുന്നത്. പിന്നെ താഴെ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ ഗ്ലാസ്സാണ് വരുന്നത് 4 സൈഡ്. പിന്നെ ഇത് നമ്മുടെ കോർട്ടിയറാണ്. ഇവിടെ ഒരു ബുദ്ധൻ്റെ ഒരു സെറ്റപ്പൊക്കെ ചെയ്യാനാണ്. ഇത് നമ്മുടെ ലിവിങ് ഏരിയ, ഇത് ഹാൾ, കിച്ചൺ എല്ലാം ഓപ്പണായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മുടെ പിന്നെ സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ ആ സൈഡിൽ വാഷ് ബേസും പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പോണ്ട് പോലുള്ളൊരു സെറ്റപ്പൊക്കെയാണ് എൻ്റെ മനസ്സിൽ വിചാരിച്ച് വെച്ചേക്കുന്നത്. പിന്നെ ഇതാണ് നന്ദൂട്ടൻ്റെ റൂം. അപ്പം വാടക വീട്ടിൽ നിന്ന് നമ്മൾ എന്നാ ഇങ്ങോട്ട് വരുന്ന നന്ദൂസേ? ആ കക്കൂസ് കാണിക്കാൻ പോവാട്ടോ. കക്കൂസിൽ പോവുക, ഒരുങ്ങുന്നേക്ക് ആക്ഷൻ കാണിക്കുക.
ഏറ്റവും സന്തോഷം അവക്കാട്ടോ നന്ദോട്ടിന്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അമ്മയ്ക്ക് സങ്കടമൊന്നോ? ആര് പറഞ്ഞു? ടെൻഷനാണ് കേസ്. നമ്മളൊരു വീട് പണി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. പിന്നെ അങ്ങോട്ട് ഫണ്ടിന്റെ കാര്യത്തിലൊക്കെ ടെൻഷനുണ്ട്. ഇതാണ് എൻ്റെ കുഞ്ഞടുക്കള. വർക്കേരി ഇത് അടുക്കള. ഇത് അടുക്കള. ഇത് ഇവിടെ നമ്മൾ പാല് കാച്ചുന്നത്. ആലോചിച്ച് നോക്കുക ഗൈസ്, കുറേ ദിവസം കഴിഞ്ഞ് നമ്മൾ പാല് കാച്ചി വീഡിയോയിൽ ഇങ്ങനെ ഇവിടെ നിൽക്കും. അയ്യോ, നിങ്ങൾ കൊരവീട്. അതെ, അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ സ്വാമിയെ വെക്കുന്ന റൂം, അതായത് നമ്മുടെ പൂജാമുറി എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മുടെ പൂജാമുറി, നമ്മുടെ സ്വാമി വെക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞ് സിറ്റ് ഔട്ടാണുള്ളത്. പിന്നെ നമ്മുടെ കാർ പോർച്ചാണ് നമ്മുടെ വണ്ടി ഇടുന്നത്. പിന്നെ ഇത് നമ്മുടെ മുറ്റമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ സൈഡിൽ ഇത്രയും പോർഷൻ കൂടെ നമ്മളങ്ങ് മേടിച്ചായിരുന്നു. ആദ്യം ഇത്രയൊന്നും ഇല്ലായിരുന്നു, കുറച്ച് സ്ഥലം വരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളുടെ ഈ കാണുന്ന ഇത്രയും ഏരിയയും കൂടെ നമ്മൾ മേടിച്ചു. അപ്പോൾ ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ നട്ട് ചെറിയൊരു കുളവും സംഭവമൊക്കെ വെക്കാനാണ് ഇപ്പോൾ നമ്മുടെ പ്ലാൻ. നമ്മൾ ഇത്രയും സ്ഥലമുണ്ട്. നന്ദപ്പനായാലും ഇത്രയും നാൾ കൂട്ടിലടച്ചിട്ട് തത്തയെ പോലെ ആയിരുന്നു നന്ദൂട്ടൻ. കളിക്കാനും ആരും ഇല്ലാതെ ഒന്നുമില്ലാതെ. അപ്പോൾ ഇനി ഇവിടെ വരുമ്പോൾ അവർക്ക് നല്ലോണം ഓടിച്ചാടി കളിക്കാനും സൈക്കിൾ ചവിട്ടാനൊക്കെ ഉള്ള സ്പേസ് എല്ലാം അവർക്ക് കിട്ടും. അപ്പം നമ്മുടെ ഓയിലിൻ്റെ പരിപാടി ഇതേ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാല് വാങ്ങുന്നതല്ലേ? അച്ഛൻ ബാക്കിൽ നിന്ന് ചോദിക്കുക, ചേച്ചി പാല് വാങ്ങണ്ടേ? അവൻ ചായ ഇടാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുന്ന ഒരാൾ വരുന്നു. എടാ മോനെ മതി, സ്കാൻ പൈസ തരാം. എന്തെങ്കിലും കഴിക്കാൻ കൂടെ വാങ്ങണേ അച്ഛേ? ബിസ്ക്കറ്റോ മിച്ചറോ അവർക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ കൂടെ കുറയ്ക്കാനൊക്കെ കൂടെ വരും. ഓക്കെ, അപ്പം ഉരുളിക്കകത്ത് ഇറങ്ങ ഉരുളിക്കകത്ത് കയറി ഇപ്പം അത് കഴുകി സെറ്റ് ചെയ്യണം. ഇത് നമ്മുടെ മുന്നേ ഒരു റീല് നമ്മൾ കാണിച്ചിട്ടുള്ള കേട്ടോ. ഇവനാണ് നമ്മുടെ ബിസ്ക്കറ്റ് കൊടുത്ത പട്ടിക്കുട്ടൻ. ഇവന്റെ പേരെന്തോന്ന്? നീ കാട്ടാക്കട എവിടെ ഉള്ളടേ? ഓടാപട്ടിയോ? അതെന്തോ ഇതാ വരുന്നവൻ നിന്റെ ബാക്കിൽ നിന്ന്. ഇനി വന്നേ. നല്ല ആൻസറിനൊക്കെ ഉള്ള കേട്ടോ ഇവൻ. ഞങ്ങളൊരു പാവമാണ്. നിനക്ക് ബിസ്ക്കറ്റിന് പറഞ്ഞു ഇട്ടിട്ടുണ്ട് കേട്ടോ, നക്കല്ലേ? എടാ മോനെ, എണ്ണ കാച്ചുന്ന സാധനമോ? പോടാ. ശരിയാ, നാട്ടുകാരങ്ങനെയും പറയും. ഗൈസ്, നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് എടുക്കത്തുള്ളൂ. അതുപോലെ ഇവൻ ഇവൻ കുളിപ്പിച്ച് നല്ല വൃത്തിയുള്ള നല്ല സുന്ദര മോനാട്ടോ. ഇവനൊരു ബിസ്ക്കറ്റ് നമ്മൾ മേടിക്കുക. ബിസ്ക്കറ്റ്. ഓക്കെ മക്കള് മാറിയിരുന്നോ? പട്ടി മോനെ അവിടെ മാറിയിരുന്നോ? അവിടെ ഇരുന്നോ? ഇതിപ്പോ ഗോപിക ചേച്ചിയുടെ അടുത്ത് വരുന്നോ? അപ്പൊ നമ്മൾ അവനൊരു ബിസ്ക്കറ്റ് കഴിച്ചു കേട്ടോ. ലീലാമണി ബാ. എന്തൊക്കെ പേരാ അവൻ ഇട്ടേന്നറിയാം. ഒരു പെണ്ണാട്ടോ അവള്. ബാ ഡേ, എന്തേ നീ? ബാ ബിസ്ക്കറ്റ് എന്നാ. ബിസ്ക്കറ്റ് എനിക്കിപ്പോൾ ഓടി വരും കേട്ടോ. ബിസ്ക്കറ്റ് ഇറട്ടെ. ഭയങ്കര ട്രോളിങ് കേട്ടോ. നമ്മുടെ അങ്കിള് നമുക്ക് രാത്രി വെട്ടത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളൊക്കെ ചെയ്തു തരാനായിട്ടാ. ഞങ്ങൾ അങ്ങ് അവിടെ ഇരുന്ന് തുടങ്ങിയതാണ് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ചെയ്ത് ഇവിടം വരെ വന്നു. വളരെ ലേറ്റ് ആയി പോയി. എല്ലാ ഷോർട്സിലൂടെ ബാക്കി സംഭവങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അരയ്ക്കാനുള്ള സാധനം ഇതുകൊണ്ട് ഒറ്റ മിക്സിയിലാണ് നമ്മൾ ഇത്രയും സാധനങ്ങൾ അരച്ചെടുക്കുന്നത്. അപ്പം എല്ലാവരും പിന്നെ ബിസിയായി. അതുകൊണ്ട് വ്ലോഗ് ഇടയ്ക്ക് വെച്ച് ഒന്ന് നിന്ന് കേട്ടോ. കയ്യിലൊരു കളറൊക്കെ നമ്മുടെ നെല്ലിക്കയുടെയാണ്. തിരുമേനി ഇവിടെ വന്നായിരുന്നു. തിരുമേനിയാണ് വന്ന് നമ്മുടെ അണ്ടാവൊക്കെ പൂജിച്ച്, അല്ലാണ്ടാവില്ല ഉരുളിയല്ലേ, വാർപ്പൊക്കെ പൂജിച്ച് തിരുമേനി വിളക്ക് കത്തിച്ച് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ലോങ് വ്ലോഗിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ ഷോർട്സിൽ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇത് എല്ലാവരും ഉണ്ട്, ഓരോ ജോലിയിലാണ്. എല്ലാവരും ഇരുട്ടത്തൊക്കെ കാണുന്നില്ലല്ലേ, പുകയടിച്ചു വയ്യ. ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ അടുപ്പിൽ ചെയ്യുന്നത്. പക്ഷെ സംഭവം ഭയങ്കര സക്സസ് ആയല്ലോ. പിന്നെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. കഴിഞ്ഞ മാസം പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മളിങ്ങനെ എണ്ണ കാച്ചിക്കൊണ്ട് നമ്മുടെ സ്വന്തം വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് കേട്ടോ നമ്മൾ എണ്ണ കാച്ചുന്നത്. ഇനി ദൈവം സഹായിച്ച അടുത്ത് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ ഇവിടെ എണ്ണ കാച്ചാൻ പറ്റട്ടെ അല്ലേ? ചിലപ്പോൾ നമ്മൾ അടുത്ത എണ്ണ കാച്ചിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ സാധനങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. തീർച്ചയായിട്ടും. അതാ. അപ്പം പിന്നെ
എണ്ണ ഇങ്ങനെ നമ്മൾ മൂത്ത് വരുന്നേ ഉള്ളൂ, സാധനങ്ങൾ അരച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അന്നെന്ന് വെച്ചാൽ നമുക്ക് എല്ലാം ഒരുമിച്ചിടാൻ പറ്റും. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ പറ്റിയില്ല. കാര്യം നമുക്ക് മിക്സിയുടെ ആ ഒരു ലാഗുണ്ട്. കാര്യം നമ്മൾ അതുകൊണ്ട് വാട്ടറി ഫോമായിട്ടുള്ള ഹെർബൽസ് എല്ലാമാണ് ഫസ്റ്റ് നമ്മൾ ഇട്ടേക്കുന്നത്. ഇതൊന്ന് പിടിച്ചു വരുമ്പോഴത്തേക്കും ബാക്കി ഹെർബൽസ് കൂടെ ആഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. നന്ദൂട്ടെന്തോ അലഞ്ഞു തിരിഞ്ഞ് ഞങ്ങൾ നടക്കുകയാണ്. അതാ വയലിൽ ഈ ഫാർമേഴ്സിന്റെ ലുക്കാണ് ഇത് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാന്ന്. അടുത്ത് ഇനിയിപ്പം നമ്മുടെ അങ്കിള് സ്പീക്കറൊക്കെ എടുത്തിട്ട് വരാൻ പോകണം കേട്ടോ. നമ്മളിനി പാട്ടും അങ്കിളിന്റെ പാട്ടും ഒക്കെ ഈ വീഡിയോസിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ചെറിയൊരു അന്താക്ഷരിയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അതെല്ലാം പ്ലാൻ ചെയ്തു. ഓക്കെ, ഞങ്ങളുടെ അങ്കിള് സ്പീക്കറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ. ഇനി അങ്കിളുടെ പാട്ടൊക്കെ ആയിരിക്കും. സ്പീക്കർ വന്നിട്ടുണ്ട് ഗായ്സ്, സ്പീക്കർ. ഇവിടെ എണ്ണ തിളയ്ക്കുന്നു, അവിടെ പാട്ട് സെറ്റ്. അങ്കിളുടെ പാട്ടിലൂടെ തുടങ്ങിയപ്പോൾ നമുക്ക് മതി. അങ്കിളുടെ പാട്ട് മതി. അതാകുമ്പോൾ നമുക്ക് കോപ്പി റൈറ്റും കാര്യങ്ങളും. തല ഇരിക്കുമ്പോ വാലാടാൻ പാടില്ല. അതെ, ആദ്യം നമ്മുടെ അങ്കിളുടെ പാട്ടാണ് കേട്ടോ. അങ്കിളുടെ പാട്ടിലാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. മൈക്കൊക്കെ ഉണ്ടല്ലേ, എന്തോ വേണോ? രണ്ടും കൽപ്പിച്ചായിരുന്നു. സീനാണ്, ഒന്നും നോക്കുന്നില്ല എന്ന് നാട്ടുകാരെല്ലാം ഇളക്കുവാ രാത്രി. എല്ലാം കൺമണി ചേച്ചി, സ്പോൺസേർഡ് ബൈ കൺമണി ചേച്ചി. അങ്ങനെയൊക്കെ പറയാ. എങ്ങനെയൊന്നും പറയല്ലടാ. ഒരു പാട്ട് പാടാൻ എന്തോട്ടാ അങ്കിളുടെ മൈക്ക് പിടിച്ച് വാങ്ങിച്ചു വെച്ചേക്കോട്ടോ. ആണാണ് പാടും. നന്ദൂട്ട് എപ്പോ ഒരു പാട്ട് പാടും. ഒരു പാട്ട് പാട്. ഇങ്ങോ അങ്ങോട്ട് പോലെ. അങ്ങനെ നമ്മൾ അങ്കിള് പാടാൻ വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്യണം കേട്ടോ. ഗോപിക വടിയുമായി നിൻപൂരം തേടി വരും ദൂരം ഏറെ നടന്നു. അങ്ങനെ നമ്മുടെ എണ്ണതേ ഈ ഒരു പരുവമായിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കറക്റ്റ് പരുവം. ബ്ലാക്ക് കളറായിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഒത്തിരി മൂത്ത് വരാനുണ്ട്. ഒന്നും അങ്ങോട്ട് സെറ്റായില്ലാണ്ടോ എന്തൊക്കെ വരണം. അവിടെ അങ്കിളും മോളും ഇവിടെ ഭയങ്കര കിണർ ഒഴിച്ച് കളിയാണ് കേട്ടോ. രണ്ട് രക്ഷയില്ലാത്ത കിണർ ഒഴിപ്പാണ് കേട്ടോ അവിടെ. അതിനൊന്നും വേണ്ട, അതിൽ പൊടിക്ക് അങ്ങനെ കഴിച്ച് ഇപ്പം സമയം ഒരു 2:30 ആയിട്ടുണ്ട്. ഈ പുകയിൽ നിന്ന് ഒക്കെ അടുപ്പിച്ചാവാറായെന്ന് തോന്നുന്നു. എപ്പോഴും സമയം പറഞ്ഞാലും ഒരു 1/2 മണിക്കൂർ കൂടി പോകുന്നു. എന്ത് ചെയ്യാൻ പറ്റും. അപ്പം 2:30 ആയിട്ടോ. സത്യം പറഞ്ഞാൽ ഉറക്കം വന്നിട്ട് കണ്ണിങ്ങനെ അടയുന്നുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ മറ്റേ സിനിമയിൽ ഈർക്കിലൊക്കെ വെക്കുന്നില്ല, നമ്മളിങ്ങനെ ഈർക്കിലൊക്കെ വെക്കും. എണ്ണയാണെങ്കിൽ ആകുന്നുമില്ല. അന്താശരി കളിക്കാം. ചാർജും ഇല്ല ഫോണിൽ. കുഞ്ഞ് നല്ല ഉറക്കമാണ്. കണ്ടോ നന്ദൂട്ടൻ ഉറക്കം. വെളുപ്പിന് ഒരു 5:20 ആയിട്ട് എപ്പോഴാണ് നമ്മുടെ പരിപാടി കഴിഞ്ഞത്. നേരമെല്ലാം എന്താ വെളുത്ത് വരുന്നതേ ഉള്ളൂ. നന്ദൂട്ടൻ്റെ മടികൾ നല്ല ഉറക്കമാണ്. കൂടെ ഉള്ളവരെല്ലാവരും ഞാൻ പറഞ്ഞു വിട്ടു പോയി. എല്ലാവരും ഇത്രയും നേരം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ വാർപ്പെല്ലാം അടഞ്ഞ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കൺമണി ഹെർബൽ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു കഷ്ടപ്പാടും പിന്നെ ഒരു കൂട്ടായ്മയൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഉറക്കമെന്ന് വെച്ചാൽ കണ്ണിരിക്കുകയാണ്, സീനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഈ വീട്ടിലോട്ട് പോകണോ, വാർപ്പിന് തണുക്കാതെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഓയിൽ മേടിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ബൈ.